കഴിഞ്ഞ ആഴ്ച ഇസ്രായേലും അമേരിക്കയും കൂടെ ഒരു പ്രത്യേക പ്രകോപനമൊന്നും ഇല്ലാതെ തന്നെ ഇറാനെ ആക്രമിച്ച സാഹചര്യത്തിൽ അതിൻ്റെ അപകടകരമായ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനൊരു കത്തയച്ചിരുന്നു. അപ്പോൾ അതിലന്ന് ഇറാനിൽ ഉള്ള 10,000-ഓളം വരുന്ന ഇന്ത്യക്കാർ, അവരിലെ ഭൂരിപക്ഷവും വിദ്യാർത്ഥികളും ഒക്കെയാണ്. അവരെ സംബന്ധിച്ച് പ്രത്യേകമായി അവരെ നാട്ടിലെത്തിക്കുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് അന്നേ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ ഇതുവരെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മുടെ രാജ്യത്തൊരു ഗവൺമെൻറ് ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് കേന്ദ്ര ഭരണാധികാരികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് മരണസംഖ്യ സംബന്ധിച്ച് അവർക്ക് വ്യക്തതയില്ല. സം ഇന്ത്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് വളരെ അപമാനകരമാണ്. ഈ സം ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു വ്യക്തതയില്ല എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. അതിൽ തുടങ്ങി ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റ് വഴികളില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ് ഒളിച്ചോടുകയാണ്. എന്താണ് ഈ ഒളിച്ചോട്ടത്തിൻ്റെ കാരണമെന്ന് നമുക്ക് ആർക്കും വ്യക്തമല്ല. എപ്സ്റ്റീൻ ഫയലിൻ്റെ ഭാഗമായുള്ള സമ്മർദ്ദങ്ങൾ, നാണക്കേടുകൾ ഒക്കെ ആവാം ഒരു കാരണം എന്ന് ഊഹിക്കാനേ പറ്റുകയുള്ളൂ. എന്തായിരുന്നാലും ഇറാൻ അമേരിക്ക കോമ്പിനേഷൻ ആരംഭിച്ച് ആരംഭിക്കുന്നതിൽ തന്നെ അവർ പറഞ്ഞ ന്യായങ്ങൾ, അമേരിക്കൻ നമ്മുടെ പ്രതിരോധ സെക്രട്ടറിയുടെ പ്രസ്താവനയൊക്കെ നമ്മൾ കേട്ടതാണ്. തങ്ങളെ ആക്രമിക്കുമെന്ന ആശങ്ക ഇസ്രായേലിനുണ്ടായി. അപ്പോൾ അങ്ങനെ ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇറാൻ ഞങ്ങളെ ആക്രമിക്കുമെന്ന് അമേരിക്കക്ക് ആശങ്കയുണ്ടായി. അപ്പോൾ ആ ആശങ്കയുടെ പുറത്ത് ഞങ്ങൾ തുടങ്ങി വെച്ചു എന്നാണ് പരസ്യമായിട്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ അത്രയേറെ അപമാനകരവും അപകടകരവുമായ ഒരു സാഹചര്യത്തിലാണ് ലോകം നിൽക്കുന്നത്. ആയിരക്കണക്കായ മലയാളി കുടുംബങ്ങളിൽ ഇപ്പോഴും ആശങ്ക അവസാനിച്ചിട്ടില്ല. ഇത് എസ്കലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. സൗത്ത് ഏഷ്യയിലാകെ ഈ പാചകവാതകം ഉൾപ്പെടെയുള്ള അതിൻ്റെയും അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കാൻ പോകുന്നു. പാചകവാതകത്തിൻ്റെ വില നമ്മൾ കൂട്ടി. അയൽ രാജ്യങ്ങളിലും സമാനമായ സാഹചര്യം നിൽക്കുന്നു. അപ്പോൾ വളരെ അപകടകരമായ ഒരു സാർവദേശീയ സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മുടെ ദേശീയ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഒളിച്ചോടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇന്നലെ അമേരിക്കയുടെ ധനകാര്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന ട്രഷറി സെക്രട്ടറി ഒരു എക്സിലൊരു പോസ്റ്റ് ചെയ്തു. ഇത്ര മണിക്കൂറായിട്ടും ഇത്ര അപമാനകരമായ ആ ഒരു പ്രസ്താവനക്കെതിരെ ഒരക്ഷരം പറയുന്നതിന് നമ്മുടെ കേന്ദ്രമന്ത്രിമാർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ശരിക്ക് ജനങ്ങളെ ആകെ സംശയിക്കുന്നത് ഇവരെന്തോ ഗുരുതരമായൊരു കുടുക്കിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മോഡി പ്രധാനമന്ത്രിയും നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രിയും പീയൂഷ് ഗോയൽ വാണിജ്യമന്ത്രിയും ഒക്കെയായി എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അന്താരാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമുക്ക് ആർക്കും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാർലമെൻറ്റ് സമ്മേളനം ചേരുമ്പോൾ അത് അടിയന്തരമായിട്ടത് മറ്റ് അജണ്ടകൾ മാറ്റിവെച്ച് ഈ സാഹചര്യം ചർച്ച ചെയ്യണം. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ആ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ജമ്മു കാശ്മീരിലെയും യു പിയിലും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. ഇതിലൊക്കെ ഒപ്പം തന്നെ നാട്ടിൽ വില വർധനവുണ്ടാവാതെ നോക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. കാരണം ഈ പാചകവാതകം ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ പല കാര്യങ്ങളുടെയും നിയന്ത്രണം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കയ്യിലാണ്. സംസ്ഥാനങ്ങൾക്ക് അതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പോൾ സപ്ലൈ ഉറപ്പുവരുത്തണം. അതോടൊപ്പം ലക്ഷക്കണക്കായ ഇന്ത്യക്കാരുടെ, ഗൾഫ് മേഖലയിലെ മലയാളികളുടെ സംരക്ഷണവും താല്പര്യവും ഉറപ്പുവരുത്തണം. ഇത് എസ്കലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ആകെ ബാധിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ധീരമായ വർത്തമാനം പറയാം എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത്യന്തം അപകടകരവും ഒരു 140 കോടി ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് ഇങ്ങനെ ഒളിച്ചോടിയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ നാണക്കേടുമാണ്. അപ്പോൾ ആ സമ്മർദ്ദം ശക്തിപ്പെടുത്താൻ ഞങ്ങൾ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഇത്തവണ അത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാക്കണമെന്ന് ആവശ്യപ്പെടും. സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് സർക്കാർ കൊണ്ടുവരുമെന്നൊക്കെ ഒരു ചർച്ചയായിട്ടുണ്ട്. എന്താണ്? ഞാൻ ആ കാര്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് 9-ാം തീയതി സമ്മേളനം ആരംഭിക്കുമ്പോൾ ലക്ഷക്കണക്കായ ഇന്ത്യക്കാരുടെ ഒരു താല്പര്യങ്ങളും കൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മലയാളി സമൂഹത്തിൻ്റെ താല്പര്യങ്ങളും കൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് പലതിനെയും പേടിച്ചിട്ട്, ഇപ്പോൾ ഇസ്രായേലിലേക്ക് പ്രധാനമന്ത്രി പോയപ്പോൾ പ്രധാനമന്ത്രിക്ക് ഈ സാഹചര്യം അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇന്ത്യയെപ്പോലെ ഒരു ഉറ്റ ചങ്ങാതിയോട്
ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഉറ്റ സുഹൃത്തായ ഒരാളോട് അവർ പറയാതിരിക്കില്ല പിറ്റേ ദിവസം ആരംഭിക്കുമ്പോൾ. അപ്പോൾ പ്രധാനമന്ത്രി അവിടെ നിന്ന് വരാൻ കാത്തു നിൽക്കുന്ന മട്ടിലാണ് യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ അങ്ങനെ യുദ്ധം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലേക്കായിരിക്കും ഇറാൻ്റെ ആദ്യത്തെ തിരിച്ചടി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും ഇവർക്കൊക്കെ ഉണ്ടാവണമല്ലോ. അത് ആ ഘട്ടത്തിൽ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അപകടാവസ്ഥയിൽ നമുക്ക് കുറച്ചുകൂടെ കരുതാമായിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ എന്തായിരുന്നാലും മോദി കൂടെ അറിഞ്ഞ ഒരു യുദ്ധമാണ് ലോകത്ത് നടക്കുന്നത് എന്ന് വേണം സാമാന്യനെ നമുക്ക് ഊഹിക്കാൻ. അപ്പോൾ അതിൻ്റെ കയ്യിൽ നമുക്കിപ്പോൾ നമ്മളൊരു മറ്റ് വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം അവിടെ പോയി ഇറങ്ങിയതിൻ്റെ പിറ്റേ മണിക്കൂറിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അത്യന്തം അപകടകരമായ ഈ സാഹചര്യത്തെ വളരെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് ജനങ്ങൾ അതേസമയം അധികം ആശങ്ക ഉണ്ടാക്കാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് പാർലമെൻ്ററി സമ്മേളനത്തിൽ അതിശക്തമായിട്ട് ഈ വിഷയം ഉയർത്തും. കോൺഗ്രസിന്റെ എം പിമാർക്കൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. CPI എംപിമാർക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. വേറെന്താ? CPI സ്ഥാനാർത്ഥി പട്ടിക എന്ന് വരും. CPI സ്ഥാനാർത്ഥി പട്ടിക LDF ഒരുമിച്ച് പ്രഖ്യാപിക്കും. അപ്പോൾ CPI സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു 19% കാര്യങ്ങൾ ആയി കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ പ്രഖ്യാപനം ഒരുമിച്ചായിരിക്കും. നേരത്തെ അങ്ങ് പറഞ്ഞിട്ട് ടേം വിജയസാധ്യതയാണ് പ്രധാനം, ടേമോ പ്രശ്നമല്ല. സ്വാഭാവികമായിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വിജയസാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. അതിപ്പോൾ ഒരു ഇലക്ഷനിൽ പിന്നെ ഇലക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. മത്സരിക്കുക എന്ന് പറയുമ്പോൾ ജയിക്കാനാണ്. അപ്പോൾ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളെ മത്സരിപ്പിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വിജയസാധ്യതയാണ് എല്ലാ മാനദണ്ഡങ്ങളുടെയും മാതാവ്. സുധാകരൻ അടക്കമുള്ള ചില ആളുകൾ പ്രത്യേകിച്ച് CPM ഇറങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. PKC ഏറെക്കുറെ പോയിരിക്കുന്ന പാർട്ടികൾ അത്തരത്തിൽ CPM ഉണ്ടായിരിക്കുന്ന ഈ ഒരു പൊട്ടിത്തെറി CPI ഭയക്കുന്നുണ്ടായിരുന്നു. CPM-നകത്ത് അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സംഘടനാപരമായിരിക്കുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പല പാർട്ടികളിലും ഉണ്ട്. അപ്പോൾ അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു ഘടകങ്ങളാണ് എന്ന് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. പിന്നെ ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവിടെ PK ശശിയുടെ പേരിൽ മറുപടി എടുത്തപ്പോൾ ഞാൻ കണ്ടിടത്തോളം വർദ്ധിത വീര്യത്തോടുകൂടി ആളുകൾ മുന്നോട്ട് വരുന്നതാണ്. പിന്നെ സുധാകർ സാഹിബിൻ്റെ കാര്യത്തിനകത്തൊക്കെ അതൊരു ചെറിയ ചില കാര്യങ്ങൾ മാത്രമായിരുന്നു. മാധ്യമങ്ങൾ കുറേ അതിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അതൊക്കെ അല്ല, ഞാൻ CPM ഒരു സംഘടനാ സംവിധാനമുള്ള പാർട്ടിക്കകത്ത് അവരുടെ പല നേതാക്കന്മാരും അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവരാണ്. CM തന്നെ സംസാരിച്ചാലേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് പുറത്തുനിന്ന് തോന്നുന്നതാണ്. ആ സംവിധാനം വെച്ചുകൊണ്ട് അതൊക്കെ അവർ പരിഹരിച്ചുള്ളൂ. ഞങ്ങളതിനകത്ത് ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പം നിങ്ങളെല്ലാവരും കൊടുക്കുമ്പോൾ സർവേ തന്നെ വെച്ച് നോക്കിയാലും എതിരായ മാധ്യമങ്ങൾ കൊടുക്കുന്ന സർവേ വെച്ച് നോക്കിയാലും ജനങ്ങളിൽ നിന്ന് LDF-ന് അവഗണിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പം തന്നെ വന്നിരിക്കുന്നതനുസരിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായ ഗവൺമെൻറ്റിനെതിരായ ഒരു വികാരമില്ല എന്നുള്ളതാണ്. ഗവൺമെൻറ്റിനെതിരായ വികാരമില്ല എന്നുള്ളതാണ് ഏറ്റവും 10 കൊല്ലം ഭരിച്ചിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും LDF-ൻ്റെ ഗവൺമെൻറ് തുടരും എന്നുള്ളതാണ് ഞങ്ങൾ ഉറച്ച് പ്രതീക്ഷിക്കുന്നത്. ഇനി ഓരോ ദിവസം കഴിയുന്തോറും ആ യാത്ര കൂടുതൽ ശക്തിപ്പെടും.